ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഓൺ വോയിസിലിരുന്ന ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെതായ ചില ക്ലാരിറ്റി ഇഷ്യൂസും അങ്ങനെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഫുള്ള് കാണാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റിൽ ഉള്ള പോലെ എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ്. ഞാൻ പ്രഗ്നൻ്റായിട്ട് ഒരു ആറാഴ്ച ആകുമ്പോൾ തന്നെ എനിക്ക് ഒരു സ്പോട്ടിങ് പോലെ ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ച് സ്കാനിങ് എടുത്തപ്പോൾ പറഞ്ഞ് റെസ്റ്റിൽ നിൽക്കണം, ഇത് ചെറിയൊരു സ്പോട്ടിങ് ഉണ്ട് ഉള്ളിൽ എന്ന് പറഞ്ഞു. പിന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തിട്ട്, കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം തലശ്ശേരി, ഞാൻ കാസർഗോഡ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോഴില്ല, എടുക്കുക. അങ്ങനെ മൂന്നാം മാസത്തെ സ്കാനിങ്ങിന് ഞാൻ കാണിക്കുന്നില്ല ഇവിടെ തന്നെ, എൻ്റെ നാട്ടിൽ കാസർഗോഡ്. അങ്ങനെ 3-ാം മാസത്തെ സ്കാനിങ്ങിന് പോയി. സ്കാനിങ് ചെയ്തപ്പോൾ എൻ്റെ പ്ലാസൻ്റ എന്ന് പറയുന്നത് താഴെയാണ്, അതായത് മറു താഴെയുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണം, ചിലപ്പോൾ ഇനി വേറെ എല്ലാം വലുതാകുമ്പോൾ പ്ലാസൻ്റ മേലോട്ട് കയറും പറഞ്ഞു. അഥവാ മേലോട്ട് കയറിയില്ലെങ്കിൽ റിസ്ക് ആണെന്ന്, അതൊന്ന് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. എപ്പോഴും ഈ ട്രാവലിംഗ് ഉണ്ട്, എപ്പോഴും ഇല്ല, എന്നാലും മാസത്തിൽ ഒരിക്കലും 2 വട്ടം അങ്ങനെ ഉണ്ട് ട്രാവലിങ്. പിന്നെ എനിക്കൊരു ഹോപ്പുണ്ട്, ഇതിങ്ങനെ വേറെ വലുതാകുന്ന എനിക്ക് ഈ മുകളിൽ കയറുമായിരിക്കും, എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. അത് പ്രശ്നമില്ല, അത് മുകളിൽ കയറും. പിന്നെ അങ്ങനെ 5-ാം മാസത്തെ സ്കാനിങ് എടുക്കാൻ പോയി. 5-ാം മാസത്തെ സ്കാനിങ് എടുത്തപ്പോഴും ഇതിൻ്റെയാണ് അവസ്ഥ. പ്ലാസൻ്റ പ്രീവ്യൂ ആയി. കുറച്ചൊരു ഹോപ്പ് ഉണ്ടായത് മൊത്തത്തിൽ പ്രീവ്യൂ ആയി. വെജൈന ഫുള്ളായിട്ട് കവർ ചെയ്ത് പ്ലാസൻ്റ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്തെങ്കിലും റെസ്റ്റ് നല്ലോണം നിൽക്കണം, റെസ്റ്റ് എടുത്തില്ലെങ്കിൽ 6-ാം മാസം നമുക്ക് ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വരും, ഒരു ബ്ലീഡിങ് ആയാലും. ഞാൻ കുറച്ച് ടെൻഷനായി. എന്നാലും എൻ്റെ മൈൻഡിലില്ല ഇത് പ്രീമച്വർ ബേബി അഥവാ ഇങ്ങനെ പ്രീ ടേം ഡെലിവറി എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്നും നമുക്കറിയുന്നില്ല. ഞാനത് സെർച്ച് ചെയ്ത് നോക്കുന്നുമില്ല. എൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ 6-ാം മാസത്തിൽ എടുത്ത ബേബീനെ മുമ്പേ കാണാമല്ലോ, നമുക്കറിയുന്നില്ല ഇത് റിസ്ക് ഉള്ള സംഭവമാണ്. അങ്ങനെ 7-ാം മാസത്തെ സ്കാനിങ്ങിന് പോയി. അപ്പോഴും പ്ലസിൻ്റെ പ്രീവിയ തന്നെ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, എനിക്ക് ചാൻസ് ഉണ്ട്, എന്നാലും റെസ്റ്റിൽ നിൽക്കുക, ഒരു 8 മാസം കംപ്ലീറ്റ് ആക്കുക, 8 മാസം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 30-ാമത്തെ ആഴ്ചയിലാണ് ഞാൻ 7-ാം മാസത്തെ സ്കാനിങ് എടുത്തത്. 31 ആഴ്ചയായി, 32 ആഴ്ചയായി, 33 ആഴ്ചയായി, 34-ാമത്തെ ആഴ്ച, 54 ആഴ്ച കംപ്ലീറ്റ് ആയി. ഞാൻ ഇങ്ങനെ ഒരു ദിവസം രാത്രി 34 ആഴ്ച കംപ്ലീറ്റ് ആയ രാത്രി ഞാനിങ്ങനെ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടന്ന. അപ്പോൾ എന്തോ നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന പോലെ ഒരു ലിക്വിഡ് പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വാട്ടർ ബ്രേക്ക് എന്നെല്ലാം പറയുന്ന കേൾക്കുന്നു, ഇനിയിപ്പോൾ അതായിരിക്കുമോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പാൻറ്റീസിലെല്ലാം ബ്ലഡ്. അപ്പോൾ എൻ്റെ മനസ്സിൽ നമുക്ക് അന്നൊന്നും വിശ്വസിക്കാനല്ല ബ്ലീഡിങ്. ഞാനത് ചെക്ക് ചെയ്ത് കണ്ണെടുത്തൊരു എന്താ പറയുക, ഒരു പൈപ്പിൽ നിന്നെല്ലാം വെള്ളം പോകുന്ന പോലെ ഒന്നാകെ ബ്ലീഡിങ് ആവാൻ തുടങ്ങി. ഒരു സെക്കൻഡേക്ക് ഞാൻ ഫ്രീസായി പോയി, ഇതെന്ത് പെട്ടെന്ന് ഇങ്ങനെ ബ്ലീഡിങ് ആവാത്. പാനിക്കായിട്ട് ഞാൻ പിന്നെ എൻ്റെ അടുത്ത് ബ്ലീഡിങ് അതൊന്നും വെക്കണ്ടേ, പാഡും കാര്യമൊന്നുമില്ല. പിന്നെ ഉമ്മ കുറച്ച് മെറ്റീരിയലെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി ബാഗിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു മെറ്റീരിയൽ തുണി എടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് എൻ്റെ ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ പേർക്ക് ഉമ്മയോട് പറയാനില്ല, ഉമ്മ ടെൻഷനാകും. ഇത്താട് കാര്യം പറഞ്ഞ് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ട് ചെറിയ, എൻ്റെ ഇത്താന്തി ഇങ്ങനെ ചെക്ക് ചെയ്ത് ഉമ്മയോടെല്ലാം പറഞ്ഞ് ചെറിയ ബ്ലീഡിങ് ഉണ്ടെന്ന്. സ്പോട്ടിന് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. രാത്രി ഒരു ഓട്ടോ ഓടിച്ചിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ടെൻഷനൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നത് ബേബീനെ വേഗം കാണാമല്ലോ. പിന്നെ എൻ്റെ ബേബി കുറച്ച് വെയിറ്റ് കുറവാണ്, ഒരു 1 വീക്ക് വെയിറ്റ് കുറവുണ്ടായത്.
അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. മെയ് 18-ാം തീയതി രാത്രിയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഒരു 11:45 സമയത്ത് രാത്രി. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് 12 മണി കഴിഞ്ഞു. മെയ് 19 അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അടുത്ത നഴ്സുമാരെല്ലാം ചെക്ക് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വന്നിട്ട് ഒരു PV ചെയ്ത് നോക്കി. അപ്പോൾ ബ്ലീഡിങ് ഉണ്ട് ഉള്ളിൽ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇന്ന് നാളെ വരെ ഇവിടെ നിന്നോ, ലേബർ റൂമിൽ തന്നെ ഒബ്സർവേഷനിൽ നിന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒബ്സർവേഷനിൽ നിന്ന് ഒരു രാവിലെ ഡോക്ടർ വന്ന് രാവിലെ 11:30 അങ്ങനെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു. പാഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് പാഡ് വെച്ചിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ പാഡിൽ ഒന്നും കാണുന്നില്ല, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് വൈകുന്നേരം വരെ നോക്കാം, എന്നിട്ട് ബ്ലീഡിങ് ഒന്നുമില്ല, അന്ന് റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വരെ നോക്കി ബ്ലീഡിങ് ഒന്നുമില്ല, റൂമിലേക്ക് മാറ്റുമ്പോൾ എല്ലാം നമുക്ക് കോൺട്രാക്ഷൻ ഉണ്ട്, ചെറുങ്ങനെ കോൺട്രാക്ഷൻ, വേറെ ടൈറ്റാണ് ലൂസാണ് അങ്ങനെ ഉണ്ട്. അപ്പോൾ റൂമിലേക്ക് മാറ്റി. പിന്നെയും പാഡ് ചേഞ്ച് ചെയ്തല്ലോ. അപ്പോൾ ചേഞ്ച് ചെയ്തപ്പോൾ എൻ്റെ ഒരു പീരീഡ്സ് ലാസ്റ്റ് ഡേയ്സ് എല്ലാം ഉണ്ടാകുന്നില്ല, ഒരു സ്പോട്ടിങ് ചെറുങ്ങനെ കറ പോലെ, അതുപോലെ ഉണ്ട് പാഡിൽ. അപ്പോൾ ഡോക്ടറോട് കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി ആ പാഡ് എടുത്തിട്ട് പിന്നെ ഒരു പാഡ് കൂടി വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകും. നോക്കുമ്പോൾ അതിലും ചെറുങ്ങനെ ഉണ്ട്. അപ്പോൾ എന്താക്കി ഞാൻ ഡോക്ടറോട് കാര്യം പറഞ്ഞു. ഡോക്ടർ പിറ്റേ ദിവസം രാവിലെ തന്നെ പിന്നെ ലേബർ റൂമിലേക്ക് മാറ്റിയാണ് പറഞ്ഞു. ഫുഡൊന്നും കഴിക്കണ്ടാവും. പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ മെയ് 20-ാം തീയതി രാവിലെ തന്നെ ലേബർ റൂമിലേക്ക് മാറ്റി. ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞ് നമുക്കിപ്പോൾ ഇങ്ങനെ ഉള്ളിൽ ബ്ലീഡിങ് കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അതുകൊണ്ട് കുറേ വെച്ച് നിൽക്കാൻ കഴിയില്ല, അത് റിസ്ക്കാണ്, ബേബിക്ക് റിസ്ക് ഒന്നെങ്കിൽ നിങ്ങൾക്കും റിസ്ക്കാണ്, ബ്ലഡ് പോകുമ്പോൾ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു, എമർജൻസി സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അപ്പോഴത്തേക്ക് എത്തി, അവൻ തലശ്ശേരിയല്ലേ ഉള്ളത്. അപ്പോൾ അപ്പോഴത്തേക്ക് ആളെത്തി. അങ്ങനെ എല്ലാവരോടും കാര്യം പറഞ്ഞ് നമുക്കപ്പോൾ ഒരു ടെൻഷനുമില്ല. എൻ്റെ ഉള്ളിൽ ബേബി വരട്ടെ, പെട്ടെന്ന് വേഗം കാണാമല്ലോ, ആ ഒരു ടെൻഷനൊന്നുമില്ല. അങ്ങനെ ഒരു 11:20 അങ്ങനെ ആകുമ്പോൾ എന്നെ ഓപ്പറേഷൻ റൂമിലേക്ക് കയറ്റി. ഈ അനസ്തേഷ്യ തരുമല്ലോ, അനസ്തേഷ്യ തരുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, പെയിൻ ഉണ്ടാവുമോ അങ്ങനെ. പക്ഷേ പെയിൻ ഉണ്ടായിന്, എന്നെങ്കിലും വലിയ ഒരു സൈക്കാവുന്ന പോലത്തെ പെയിൻ, അത്ര വലിയ കടിച്ചു പിടിച്ച് അത്രയാണ്. എന്നിട്ട് അനസ്തേഷ്യ തന്നെ പിന്നെ നമുക്കൊരു ഒന്നും അറിയുന്നില്ല. എന്തെന്ന് ഡോക്ടർ മുറിക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയുന്നില്ല. ഞാൻ വിചാരിക്കുന്നുണ്ടോ പിന്നിൽ വരക്കുന്നതായിരിക്കും മുറിക്കാൻ വേണ്ടിയിട്ട്, ഒന്നും അറിഞ്ഞിട്ട. പുഷ് ചെയ്യുന്ന അറിയുന്നുണ്ട്, എല്ലാം നമുക്ക് അറിയുന്നുണ്ട്, പക്ഷെ പെയിനില്ല, ഒന്നുമില്ല. അതുമല്ല പിന്നെ ഉണ്ട് പുഷ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് മുന്നേ ഡോക്ടർ പറയുന്നുണ്ട് ബേബി വന്ന് പിന്നെ ഇങ്ങനെ എന്തോ ഒരു കരച്ചിലെല്ലാം കേൾക്കുന്നു. പക്ഷെ നമുക്ക് അറിയുന്നില്ല ഇത് കരയുന്നത്. എൻ്റെ മനസ്സിലാക്കി ബേബി ഗേളാണെന്നാണ് എൻ്റെ ഉള്ളിലുണ്ടായത്. ഞാനിങ്ങനെ ഇതാക്കുന്നത് എന്തായിരിക്കും ബേബി, എന്തായിരിക്കും ബോയ് ആയിരിക്കും ഗേളായിരിക്കും. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് ബേബീനെ സെക്സ് ചെയ്ത് നഴ്സുമാരോട്. അപ്പോൾ ഓരോ പറയുന്നത് ഫീമെയിലാണ്. അപ്പോൾ നമുക്കൊരു സമാധാനം, ബേബി ഗേൾ തന്നെയല്ലോ. അങ്ങനെ അത് ബേബീനെ കാണിച്ചു. പക്ഷെ എൻ്റെ കണ്ണെല്ലാം ഒരു തല കറങ്ങുന്ന പോലെ നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു 11:59 ആകുമ്പോൾ ഞാൻ പ്രസവിച്ച് ബേബി ഗേളാണ്. എന്നിട്ട് ഇത് എന്നെ OPയിലേക്ക് മാറ്റി, ഓപ്പറേഷൻ തിയേറ്ററിന് OPയിലേക്ക് മാറ്റി. അപ്പോൾ ഇത്ര തന്നെ. ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. 34 വീക്സ് 1 ഡേ. പിന്നെ ബേബീനെ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. ഒരു 9 ദിവസത്തേക്ക് ബേബി NICUലാണ് ഉണ്ടായത്. ഞാൻ വേറെ ഹോസ്പിറ്റലിൽ, ബേബി വേറെ ഹോസ്പിറ്റലിൽ. ഞാൻ പ്രസവിച്ച പാടൊരിക്കൽ ബേബീനെ കണ്ടത്, പിന്നെ ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ 4 ദിവസം എൻ്റെ ഹോസ്പിറ്റലുണ്ട്. എൻ്റെ ഹോസ്പിറ്റലിൽ NICU കാര്യങ്ങളൊന്നും ഉണ്ട്, പക്ഷേ ബേബി പ്രീമച്വർ ബേബി ആയതുകൊണ്ട് അതിൻ്റെ ഒന്നുമില്ല. അങ്ങനെ തൊട്ടിപ്പുറമുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ ബേബീനെ മാറ്റി. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത്. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് മാറി. എന്നിട്ട് അടുത്തിപ്പോൾ ഞാൻ ബേബീനെ നേരെ കാണുന്നത്. ഞാൻ കാണുന്നുണ്ട്
എന്ത് പറയുക, ബാക്കിയുള്ള ബേബീസ് എല്ലാം ഉണ്ട് അവിടെ, നോർമലായിട്ട് ഡെലിവറി കഴിഞ്ഞ ബേബീസ്. അപ്പോൾ അതിൻ്റെ അടുത്ത് എൻ്റെ ബേബി ഉണ്ട് വേറെ തന്നെ ബെഡിൽ, ഒരു എന്ത് പറയല് മെലിഞ്ഞിട്ട് ഒന്നുമില്ല കാണാൻ, വെറുതെ ഇങ്ങനെ ഒരു കയ്യും കാലും ഇട്ടടിക്കുന്ന ഒരു ബേബി. ഞാൻ എന്ത് നോക്കുമ്പോൾക്ക് എന്ത് പറയണ്ടേ, ചെറിയൊരു ബേബി. ബാക്കിയുള്ള ബേബി കുറച്ച് ഉഷാറുണ്ട്, നോർമൽ ഡെലിവറി 3 kg അല്ല, എൻ്റെ ബേബിളിന് 1.6 ആണ് വെയിറ്റ് ഉണ്ടായത്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി സീരിയസ്നെസ് മനസ്സിലായി, പ്രീ ടേം ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, ബേബി വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല, അങ്ങനെ നമ്മൾ ശരിക്കും നോക്കണം. അങ്ങനെ ഒരു 9 ദിവസം NICUണ്ടായി, ഞാനും ഹോസ്പിറ്റലിലുണ്ടായിട്ട്. പാല് നമ്മൾ പമ്പ് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കും, പിന്നെ പാലടയിൽ അങ്ങനെ അതിലാക്കി. പിന്നെ മെയ് 29 ഡിസ്ചാർജ് ആയിട്ട് നമ്മൾ രണ്ടാളും ഒരുക്ക് വന്നു. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും തിരുത്തണമെങ്കിൽ ഞാൻ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ.